സോ അശ്വിൻ, ഹായ്. ഹായ് അശ്വിൻ. സോ ഇന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ 3 പാർട്ടായിട്ടാണ് ഉള്ളത്. ഫസ്റ്റില് എന്താണ് അശ്വിൻ ചെയ്തതെന്നുള്ള ജസ്റ്റ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് തരാം. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്തുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ. പിന്നെ വെച്ചാൽ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് എന്താ പറയുക, എന്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചിട്ടുള്ളതും. പിന്നെ തേർഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിന് എന്തെങ്കിലും ഡൗട്ട് പ്രോഗ്രാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് അറിയാനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് ചാനലാണെങ്കിൽ പോലും ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, കാണാമല്ലോ സ്ക്രീൻ? ആ ഓക്കെ, അപ്പോൾ ഇതാണ് അശ്വിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? എനിക്ക് ടോപ്പിൽ മാഡീസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ക്യൂ ഗസ്റ്റോ. ജസ്റ്റ് വല്ല സൈറ്റ് റെഫർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക്. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ ഇവിടെ ലാംഗ്വേജ് സെലക്ഷൻ ആണല്ലോ. അല്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. 2 ലാംഗ്വേജിന്റെ ആൾട്ടർനേറ്റീവ്. ക്രഞ്ചി ഫ്രൂട്ട് സ്നാക്ക്. എനിക്ക് ക്രഞ്ചി ഫ്രൂട്ട് സ്നാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ബേസിക്കലി ഒരു യൂട്യൂബ് ചാനല്, അല്ല, ഈ വെബ്സൈറ്റ് അതിലുണ്ടായിരുന്നു. ഞാൻ ചെയ്തതാണ് അറിയില്ല. ഓ ഓക്കെ. അല്ല, ഞാൻ ഇങ്ങനെ ഫേമസ് അല്ല, ഇങ്ങനെ ടോപ്പ് ഫുഡ് വെബ്സൈറ്റ്സ് ഒന്നും അടിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരെണ്ണം കണ്ടു. അപ്പൊ ഞാൻ എനിക്ക് ഇതുപോലെ ഒന്നല്ല, എന്റെ ഒരു ഇത് വെച്ച് ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയെന്നുള്ളൂ. ഓക്കെ ഓക്കെ, റെഫറൻസ് എടുത്ത് ചെയ്തു. ഓക്കെ, അപ്പൊ അതില് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്, ക്രഞ്ചി ഫ്രൂട്ട്. അല്ല, അത് ഇമേജ് അല്ല, ടെക്സ്റ്റ് ആണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് വിത്ത് നത്തിങ് ടു ആഡ്. ഓക്കെ, ഇവിടെ ഈ ഒരു അനിമേഷൻ വരുന്നുണ്ടല്ലോ, അത് ഏതില്ല ചെയ്തല്ലോ? ഏതാ? ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ വരുന്നുണ്ടല്ലോ, അതിന് പാക്കേജ് യൂസ് ചെയ്തല്ലോ? അത് എനിക്കൊരു ലൈബ്രറിന്ന് ഇത് കിട്ടിയതാണ്. ഓക്കെ, അതിന്റെ പേര് അറിയോ? ഡാറ്റ എവോസ്, അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കിട്ടിയതാണ്. ഓക്കെ, യൂട്യൂബ് ചാനൽ എന്താണ് അതിന്റെ പേര്? ഡാറ്റ എവോസ്. അത് ഞാനൊരു യൂട്യൂബ് കണ്ടതാണ്. ജസ്റ്റ് ഇവിടെ അത് കൊടുത്തു, ഫ്രം അവർ ജസ്റ്റ് ഇതിലെന്തെങ്കിലും ഇതൊന്നുമല്ലോ, കണ്ടന്റ് ഒന്നുമല്ലോ ഈ 2 സർക്കിൾസിൽ. അല്ല, അത് ഞാൻ വെറുതെ ഒരു ഡിസൈൻ വേണ്ടി കൊടുക്കാം. ഓക്കെ ഓക്കെ, think about batting ജസ്റ്റ് ഈ കണ്ടന്റ് കൊടുത്തുള്ള ആണോ? അത് ഞാൻ കൊടുത്ത. ഓക്കെ, that's how errors given if I can just simple ആയിട്ട്. Okay, I said okay, you will not resist changing this. Okay, nice. ഇതിനോട് ജസ്റ്റ് ബാക്ക് ടു ടോപ്പ് കൊടുക്കണം സൈറ്റ്. ഓക്കെ, ജസ്റ്റ് ഫൂട്ടറിന്റെ ആ ഒരു പോർഷൻ ചെയ്തത്. ഇത് സിംഗിൾ പേജ് ആണല്ലോ, ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ഒരു പേജ് ആയിട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഇതിന്റെ കോഡ് കൂടെ ഒന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്യാം. കോഡൊന്നും വലിയ ഭംഗി ഉണ്ടാവില്ല. കുഴപ്പമില്ല, പ്രശ്നമില്ല. സ്റ്റാർട്ടിങ് ഞാൻ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാണല്ലോ. ഇതല്ല ശനിപാട്. ചേട്ടൻ തൃശ്ശൂരിൽ തന്നെയല്ലേ? അതെ, എന്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ്. ഇതിൽ ജസ്റ്റ് ഇമേജ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻഡെക്സ് ഫയല് ബൂസ്റ്റപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ബൂസ്റ്റപ്പ് 4 അല്ലല്ല, ഞാൻ റെസ്പോൺസീവ് ആക്കിയില്ല, അതിനുള്ള സമയം കിട്ടിയില്ല എനിക്ക്. ചെയ്ത് വെച്ചല്ലേ? ഇതില് സ്ക്രിപ്റ്റ് ടാഗ് ഓക്കെ, jQuery യൂസ് ക്ലൗഡ് ഫ്ലെയറിന്റെ കോഡൊന്നും കുറച്ചൊരു ഇതായി എടുക്കുകയാണ്. സെഷൻ 3 Okay, fine. iOS ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
CSS യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി കസ്റ്റം ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാ എലമെന്റ്സും പ്ലേസിംഗ് ഒക്കെ. പക്ഷെ ഫുള്ളി കസ്റ്റം ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതെ 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 എല്ലാ പൊസിഷനിങ്ങും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ലൈൻ എഴുതിയിട്ടുണ്ടല്ലോ CSS, കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ അശ്വിൻ നന്നായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്റെ റെസ്പോൺസീവ് പാർട്ട് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. റെസ്പോൺസീവ് ആക്കിയിട്ടില്ലേ ഇല്ല ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു എലമെന്റ് അതേപോലെ തന്നെയാണ് അല്ലേ? ഞാൻ ആക്കിയിട്ടില്ല. ശരി. അധികം കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഇല്ല കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് എന്താ വെച്ചാലേ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും നോക്കണമല്ലോ. എനിക്ക് അതിനനുസരിച്ച് ഫീഡ്ബാക്ക് ഒന്നും തരാം. ഞാൻ ജസ്റ്റ് ചെയ്തുള്ളൂ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല പക്ഷെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മള് ട്രൈ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം പ്രോഗ്രാമിംഗ്. ഫസ്റ്റില് തന്നെ എല്ലാരും എന്താ പറയാ ജസ്റ്റ് ബേസിക് ആയിട്ട് നോക്കി പോവുള്ളൂ, അല്ലാണ്ട് എല്ലാരും പറയുമ്പോഴാണ് പിന്നെയും ഒരു ഇത് വരുള്ളൂ. പക്ഷെ നമ്മളൊരു ഇനിഷ്യേറ്റീവ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു എഫേർട്ട് തന്നെയാണ്. അതിപ്പോ നന്നായില്ല എന്നുള്ളതല്ല, ജസ്റ്റ് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ സൈറ്റ് ആണെങ്കിൽ പോലും സ്റ്റാർട്ടിങ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വൻ ദാരിദ്ര്യമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് എനിക്ക് UI എന്ന് പറഞ്ഞ ഒരു പാർട്ടിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ. അതൊന്നും പ്രശ്നമല്ല. അതെനിക്ക് അറിയാം. രണ്ടാമത്തെ മൂന്നാമത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലോ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ വേണ്ടി ചെയ്തായിരുന്നു. പുള്ളി ഒരുമാതിരി ക്രഷായി ഒരുമാതിരി പൊടിഞ്ഞെടുക്കുന്ന പോലെയായിരുന്നു സാധനം. അപ്പൊ അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് കുറച്ച് ഫീഡ്ബാക്ക് തരാം. ഓക്കെ, അശ്വിന് ഇപ്പൊ ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ? ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് ഞാൻ നോക്കുന്നുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ബൂട്ട്സ്ട്രാപ്പ് 5ന്റെ സൈറ്റ് ഉണ്ടല്ലോ, ഒരു സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ അശ്വിന് കുറച്ചുകൂടി ഐഡിയ കിട്ടും ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. ജസ്റ്റ് ഇതുപോലെ ബൂട്ട്സ്ട്രാപ്പിന്റെ സൈറ്റിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ഒരു ഡോക്യുമെന്റേഷൻ തന്നെ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് നോക്കി ബൂട്ട്സ്ട്രാപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ ബൂട്ട്സ്ട്രാപ്പ് ഫെസിലിറ്റി പോകണമെന്ന് നിർബന്ധം പറഞ്ഞില്ല, പക്ഷെ ഇത് എല്ലാവരും ഫോളോ ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതും പിന്നെ അതിന്റെ ഗ്രിഡ് ലേഔട്ടിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, 12 ലേയേഴ്സ് ഗ്രിഡ്, ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മള് UX അറിയാലോ അശ്വിൻ എന്താന്നുള്ളത്? UX അറിയാം? യൂസർ എക്സ്പീരിയൻസും യൂസർ ഇന്റർഫേസും. ഓക്കെ, അപ്പൊ അതിലെന്താ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാല് ഇതിന്റെ UI നന്നായിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാം, ഇതിന്റെ UI നന്നായിട്ടുണ്ട്. പക്ഷെ UX എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കാരണം ഈ ഒരു വേർഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത വേർഡാണ്. പിന്നെ ഒരു നാബാർ എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റ് ചെയ്യുമ്പോൾ നാബാർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നാബാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു നാബാർ ഫീൽ വന്നിട്ടില്ല ഇവിടെ. ജസ്റ്റ് ക്യൂ ഗസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റും ഇത് അങ്ങനെ വെച്ച് പോയ പോലെയാണ്. കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു ഓർഗനൈസ് ചെയ്ത പോലെ ആക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒരുപാട് സ്ക്രോൾ ചെയ്യാനുണ്ട് ഈ പേജില്. അപ്പൊ ഓരോ സെഷൻസ് അങ്ങനെ എന്തെങ്കിലും സെഷൻ ബേസ് ആയിട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യാം. ഓരോ സെഷനും ടൈറ്റിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടിലെത്തുമ്പോ എന്താ പറയാ ക്രഞ്ചി ഫ്രൂട്ട് സ്നാക്ക് ഇതൊന്നും കുഴപ്പമില്ല, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ അടിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് അല്ലേ, ഇവിടെ ഇമേജിന് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു കണ്ടന്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രോൾ ചെയ്യും കുറെ ഇമേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇമേജ് കംപ്ലീറ്റ്ലി ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാല് നമ്മള് സ്ക്രോൾ ചെയ്യുമ്പോ ഒരു എന്താ പറയാ ഒരു ബാഡ് വൈബ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ സ്ക്രോൾ ചെയ്തൊന്നും എത്താത്തെന്ന് തോന്നും. മനസ്സിലായി? അപ്പൊ ആ ഒരു ഇത് ഒന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ട് കുറച്ചുകൂടി കണ്ടന്റ് ഫുൾ ആക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ സ്ക്രോൾ ചെയ്യണവർക്ക് ആ ഒരു ഫീല് വരില്ല ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ സൈസ് കുറക്കണമെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഈ ഒരു ഇമേജ് നല്ലൊരു അപ്പിയറൻസ് ആയിട്ടുണ്ട് ഈ ഒരു ഇതിന് മൊത്തത്തില്. അപ്പോ ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ,
പിന്നെ അതേപോലെ ഈ ഒരു അടിക്ക് ഈ ഒരു അനിമേഷൻ ഒക്കെ നല്ലത് തന്നെയാണ്, സൈറ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫീല്. അതുപോലെ ഇവിടെയും പലയിടത്തും ആ ഒരു ഇമേജസ് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ സൈറ്റിൽ ഒരുപാട് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ട് സ്പേസ് ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യാണ്ട് വെറുതെ സ്പേസസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് വൈറ്റ് സ്പേസസ് ഉണ്ട് ഈ സൈറ്റിൽ. ഞാൻ ഈ ഒരു വേർഷൻ പറഞ്ഞല്ലേ, ഒന്ന് യൂസ് ചെയ്യാണ്ട് കിടക്കുന്ന തന്നെ, അതേപോലെ തന്നെ ഒരുപാട് വൈറ്റ് സ്പേസസ് വരുന്നുണ്ട് ഈ ഒരു പാട്ടിൽ. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റ്, ഞാൻ പറഞ്ഞ ഷവർ പോലെ വാരി വെച്ചിടാനല്ല, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു കണ്ടന്റ് വരുന്നതിന് ഇവിടെ എന്തെങ്കിലും ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പാട്ടിൽ. പക്ഷെ ഇവിടെ എത്തുമ്പോ ഒന്നുമില്ല. അല്ല ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ചെയ്തു അല്ല. കുഴപ്പമില്ല, പേടിക്കാനാ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റ് ചെയ്യുമ്പോ സെറ്റ് ആക്കാം, സെറ്റ് ആക്കാം. അതന്നെ ഞാൻ പറഞ്ഞത്. അശ്വിന് ഈ ഒരു സൈറ്റിൽ നിന്നുള്ളതല്ല, അശ്വിൻ എന്തായാലും ട്രൈ ചെയ്യണം, നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം. അതെന്തായാലും എന്താണ് അല്ലാന്ന് ഞാൻ വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്തു അല്ലാണ്ട്. കുഴപ്പമില്ല, അശ്വിന് ജസ്റ്റ് ഫീഡ്ബാക്ക് തരണം. ഞാൻ അത് ഒരു ഇതേപോലെ പറയല്ല. നമുക്ക് എന്താ വെച്ചാൽ സൈറ്റ് ചെയ്യുമ്പോൾ നമ്മള് പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് ഇന്ത്യൻ നോളജിന് തരാണ്. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്നല്ല എനിക്കല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അശ്വിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാം, ജസ്റ്റ് അത് മനസ്സിലാക്കാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, പിന്നെ ഈ ഒരു വൈറ്റ് സ്പേസിന്റെ കേസ് ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഈ കണ്ടന്റ് ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ ഐക്കൺസ് യൂസ് ചെയ്ത് കണ്ടില്ല അശ്വിൻ, അതുപോലെ ഫോണ്ടേഴ്സ് അങ്ങനത്തെ വല്ല ഐക്കൺസ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഫോണ്ടേഴ്സ് അങ്ങനെ കുറെ ഐക്കൺസിന്റെ സൈറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സൈറ്റുകളിൽ പോയി നമുക്ക് ഐക്കൺസ് എടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ, സൈറ്റിൽ നമുക്ക് ഒരുപാട് മീനിങ് കൊടുക്കാൻ പറ്റും കണ്ടന്റിൽ കുറച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ പോകാൻ നല്ലതായിരിക്കും. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അശ്വിൻ കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഇട്ടതായിരിക്കാം. അപ്പോ എന്തെങ്കിലും കണ്ടന്റ് ഉള്ള പോലെ കൊടുക്കായിരിക്കും നല്ലത് എനിക്ക്. പിന്നെ അതേപോലെ ഈ ഒരു പോർഷനിലും ഇത് പിന്നെയും കുഴപ്പമില്ല. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളെ ഫസ്റ്റ് കണ്ട വൈറ്റ് സ്പേസ് അല്ലേ, അത്ര ഫീൽ ചെയ്യണില്ല. ഈ ഒരു പോർഷൻ പിന്നെയും കണ്ടന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഈ ഇമേജും ഇവിടെയുള്ള സ്പേസിങ് ഉണ്ടല്ലോ അത്. ഓക്കെ, പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ദാറ്റ്സ് ഹൗ ഇതും അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു പോർഷനൊക്കെ ലാസ്റ്റ് എത്തുമ്പോൾ പോർഷൻ സ്മൂത്ത് ആണ്. യു വിൽ നോട്ട് റെസിസ്റ്റ് 20 minutes വിത്തൗട്ട് ഈറ്റിംഗ് ജസ്റ്റ് ആ ഒരു ഇത്. പിന്നെ ഇവിടുന്നും എത്തുമ്പോൾ കുറച്ചും കൂടി ചില ഡിസൈൻസ് നന്നായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു പോർഷനും ഇവിടെ വരുന്ന മോഷൻസ് കണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായോണ്ട് ഞാൻ പറയാൻ കാരണം. അതുപോലെ തന്നെ ഈ ഒരു ചിലയിടത്ത് ഫുള്ളി പോകുന്നുണ്ട്, ഇവിടെ കുറച്ച് വൈറ്റ് സ്പേസ്. ഇത് ലെഫ്റ്റിക്ക് ഇങ്ങനെ കൊടുന്ന് വെച്ചതാണ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു മോഷൻ. മൗസിന്റെ ക്രൂസർ പോയിന്റ് കാണാം. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ബോർഡ് ഒരു ബാനർ പോലെ അതിന്റെ റൈറ്റ് സൈഡിലുള്ള സ്പേസ് ഉണ്ടോ, അത് അങ്ങനെ ആക്കിയതാണോ അശ്വിൻ? അതങ്ങനെ ആക്കിയതല്ല, ഇതെങ്ങനെ വന്നതെന്ന് എനിക്ക്. ചോദിച്ച അതൊരു എന്താ പറയാ, അശ്വിന്റെ സിസ്റ്റത്തിൽ ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ടുണ്ടോ? ഓക്കെ, അത് റെസ്പോൺസീവ്നെസ് ഹാൻഡിൽ ചെയ്യാത്തതിന്റെ ഒരു വിഷയമാണ്. പിന്നെ റെസ്പോൺസീവ് ആക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി, പാരാമീറ്റേഴ്സ്. അത് അശ്വിൻ നോക്കി കഴിഞ്ഞാൽ അശ്വിനും പഠിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫൂട്ടർ, നമ്മുടെ സൈറ്റിന്റെ എൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫൂട്ടർ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ നല്ലതായിരിക്കും. അതുപോലെ ബാക്ക് ടു ടോപ്പ് എഴുതിയത് കുഴപ്പമില്ല, കുറച്ചുകൂടി ഐക്കൺ അങ്ങനെ എന്തെങ്കിലും. നമ്മുടെ ചില സൈറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, സ്ക്രോൾ ചെയ്യുമ്പോ നമുക്കൊരു ഐക്കൺ വരണം ടോപ്പിൽ. ഫൂട്ടേഴ്സ് കണ്ടോ? ഇതേപോലെ ഇത്രയും കുറെ കണ്ടന്റ് ആക്കണമെന്നല്ല, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ അടിയിലത്തെ മെയ്ഡ് വിത്ത് ലവ് ആൻഡ് കോഫി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിൽ ചെറുത് വെച്ചാലും മതി. ഓക്കെ, അതും പിന്നെ ഈ ഒരു ഇത് മാത്രമാണ്, ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഓവറോൾ ഞാൻ പറയാൻ നല്ലൊരു എഫേർട്ട് തന്നെ എടുത്തിട്ടുള്ളത്, അശ്വിനെ പേടിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ കോഡിന്റെ കുറച്ച് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അശ്വിൻ ചെയ്ത ഈ ഫയലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഫയൽ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ അതിലെങ്ങനെ വരുന്ന വെച്ചാൽ നമ്മളിപ്പോ VS കോഡിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് അശ്വിന്റെ ഇത്. ഓക്കെ, അത് ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിട്ടുന്നത് നല്ലതായിരിക്കും. അത് .VS കോഡ് ഹിഡൻ ഫയൽ പോലെ ജസ്റ്റ് ചിലപ്പോൾ ഡ്രാഗ് ചെയ്യുന്നതിന്റെ പൊട്ടിപ്പോയതോ. ഓക്കെ, പക്ഷെ പിന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞ VS കോഡ് എന്നുള്ള പുറത്തുനിന്നാണെങ്കിലും ഉള്ളിലാണെങ്കിലും നമ്മുടെ HTML സൈറ്റ് ചെയ്യുമ്പോൾ ഒരു അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ അസറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇമേജസും
CSS-ഉം JS ഒക്കെ കൊടുക്കുന്നത്. CSS-ന്റെ ഒരു ഫോൾഡർ, അതുപോലെ JS-ന്റെ ഒരു ഫോൾഡർ. JavaScript താൻ യൂസ് ചെയ്യണമെങ്കിൽ വെക്കണമെന്നില്ല, ഞാൻ പറയുന്നത് ആ രീതിയിൽ. ഇമേജസ് കണ്ടു. ഈ അസെറ്റ്സിന്റെ ഉള്ളിലാണ് ഇതിന്റെ റിലേറ്റഡ് എല്ലാ സെറ്റ് ഫയലുകളും കിടക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇൻഡെക്സ് HTML എന്ന് പറയുന്നതും താന്റെ ആ HTML ഫയലുകൾ മാത്രമാണ് ഇവിടെ കാണാറുള്ളൂ, കാണിക്കേണ്ടതുള്ളൂ സാധാരണ രീതിയിൽ. ബാക്കിയൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലാവും? ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ HTML അശ്വിന് തന്നെ അറിയാം, അപ്പൊ ഞാനത് പറയണമില്ല. ജസ്റ്റ് ഇതില് HTML കുറച്ച് സ്ട്രക്ചറുകളും കുറച്ച് സ്റ്റാൻഡേർഡ് മെത്തേഡുകളും ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഈ ഒരു ഹെഡർ എന്ന് പറഞ്ഞ സാധനം ബോഡിയുടെ ഉള്ളിലാണ് സാധാരണ ഇടാറ്, ബോഡി എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളില്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ കൊടുത്താലും മതി. ഇവിടെ ഇടുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഹെഡിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സാധനമാണ് മെറ്റഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പോലത്തെ സാധനമായിട്ട് പോകാറ്. ബാക്കിയുള്ള എപ്പോഴും ബോഡിയിൽ ഇടുന്നതാണ് സ്റ്റാൻഡേർഡ്. പിന്നെ അതുപോലെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ JS ഫയലുകളാണ്. ഓക്കെ, ഈ JS ഫയൽ ഉണ്ടല്ലോ, അത് എപ്പോഴും എന്താ പറയാ, ബോഡി ടാഗിന്റെ എൻഡ് അല്ലേ, ബോഡി ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് തൊട്ട് മുമ്പ്. അതെനിക്ക് ഇപ്പഴാ മനസ്സിലായി. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ കുറച്ചൊക്കെ നോക്കിണ്ടായിരുന്നു. അല്ല കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പറയാൻ. ചിലര് ഹെഡിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഹെഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യും. സൈറ്റ് ടോപ്പ് ടു ബോട്ടം എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി കിടക്കും. ഒരു 30 KB ഒരു 100 KB ആണെങ്കിൽ ആ 100 KB ലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ജസ്റ്റ് ആ ഒരു പോർഷൻ ഇതാക്കിട്ടോ. അത് ഞാൻ ജനറൽ ആയിട്ട് എല്ലാവരോടും പറയുള്ളത്, ഇപ്പൊ അശ്വിന്റെ മാത്രമുള്ളതല്ല, പൊതുവെ എല്ലാവർക്കും ഈ ഒരു അബദ്ധം പറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതും. പിന്നെ അതുപോലെ ഞാൻ ചില ടാഗുകൾ നോക്കിയിരുന്നു. SE ഇങ്ങനത്തെ സെഷൻ ടാഗാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ സെഷൻ ടാഗ് എന്ന് പറഞ്ഞ നെയിം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ SEC3 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടാഗ് HTML ഉള്ള പോലെ എനിക്ക് അറിയില്ല. ഓക്കെ, ഇത് റിയാക്റ്റിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ SE3 HTML ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടോ, ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ നോക്കാം ഇങ്ങനത്തെ ടാഗുകൾ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പൊ അശ്വിന് ഇപ്പൊ ടാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സെഷൻ ടാഗ്, ഈ ഒരു ടാഗ് തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത്. എന്നിട്ട് ഇതിന് ക്ലാസ്സോ അല്ലെങ്കിൽ വല്ല ഐഡിയും കൊടുത്തിട്ട് 1 2 അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാവും? ഓക്കെ, അപ്പൊ ഒരു സെഷൻ ആക്കി വെച്ചുള്ളതാണ് സെഷൻ, മനസ്സിലായി? അപ്പൊ ഒരു സെഷനും നമ്മൾ സെഷൻ ടാഗ് എന്നുള്ള രീതിയിലാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പിന്നെ ബാക്കി നോക്കുമ്പോൾ ഓവറോൾ നല്ലൊരു രീതിയാണ്. പിന്നെ ഓപ്പണിംഗ് ടാഗുകളും ക്ലോസിംഗ് ടാഗുകളിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ കോഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വല്ല പാക്കേജുകൾ യൂസ് ചെയ്യാറുണ്ട്, എക്സ്റ്റൻഷൻസ് അങ്ങനെ എന്തെങ്കിലും? എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാറുണ്ടോ ഫോർമാറ്റ് ചെയ്യാൻ? ഓക്കെ, അങ്ങനത്തെ വല്ല എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്യൂട്ടിഫൈ അങ്ങനത്തെ എന്തെങ്കിലും. ബ്യൂട്ടിഫൈ ഉണ്ടാകും, പ്രിറ്റയർ ഉണ്ടാകും, കുറച്ച് ഇവിടെ എക്സ്റ്റൻഷൻസ് ഉണ്ടല്ലോ, ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ HTML ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രക്ചർ ചെയ്ത് തരും. പക്ഷേ സ്ട്രക്ചർ തെറ്റി കിടക്കുക അല്ലെങ്കിൽ ഒരുമാതിരി ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കോഡൊന്ന് വൃത്തിയാക്കി തരും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ മതി. തന്നെയാണ് മെയിനായിട്ട് കാര്യങ്ങള്. അപ്പൊ ഓവറോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല ഇഷ്ടമായിട്ട്. പക്ഷെ നല്ലൊരു എഫേർട്ടാണ് എടുത്തത്. ഞാനത് വെറുതെ സൂചിപ്പിക്കാൻ ഇതാക്കാൻ വേണ്ടി പറയല്ല. കാര്യം മനസ്സിലായോ? കാരണം ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു എഫേർട്ട് തന്നെയായിരുന്നു അശ്വിൻ എടുത്തത്. ഓക്കെ, അപ്പൊ അശ്വിന് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും കൂടുതൽ പഠിക്കാൻ എന്തെങ്കിലും ചോദിച്ചോളൂ. അശ്വിൻ ഇപ്പൊ +1 ഏതാ എടുത്തുള്ളത്? കമ്പ്യൂട്ടർ സയൻസ് ആണോ? കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ. ഓക്കെ, ഏതോ സ്കൂള്? ദേവമാത. ലൊക്കേഷൻ എവിടെയാണ് അശ്വിന്റെ? പാട്രാക്കില് ദേവമാത സെമി പബ്ലിക്. ഓ, തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ. നമ്മുടെ നാട്ടുകാരാണല്ലേ. അപ്പൊ അശ്വിന് എന്തെങ്കിലും ഡൗട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കാവുന്നതാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോലെ സംസാരിക്കുന്ന സെഷൻ ആയിട്ടാണ്. ഡൗട്ട് എന്ന് വെച്ചാൽ ഇനി പഠിച്ചിട്ടല്ലേ ഡൗട്ട് ചോദിക്കാൻ പറ്റും. അല്ല, എന്ത് പഠിക്കണം അല്ലെങ്കിൽ എവിടുന്ന് എന്തെങ്കിലും അങ്ങനത്തെ വല്ല ഡൗട്ടുകളോ? അല്ല, അത് ഞാൻ യൂട്യൂബില് കാണാറുണ്ട്. എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ നോക്കി വന്നാലോ, പ്രോഗ്രാമിങ് കൂടുതൽ നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കാര്യം. കാരണം സിമ്പിൾ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, പക്ഷെ ആ ഒരു സിംപ്ലിസിറ്റി അതിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ സൈറ്റ് മിനിമലാക്കി ചെയ്യാന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു മാതിരിയായിട്ട് കിടക്കും. പക്ഷെ കണ്ടന്റുകളൊക്കെ അത്യാവശ്യം എഫേർട്ട് എടുത്ത് കാണാനുണ്ടായില്ലേ. അപ്പൊ എന്തായാലും അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം, നല്ലതാണ്.
ഓക്കെ. അപ്പൊ ഇത് എന്താ പറയാ, സൈറ്റ് നന്നായി മോശമാന്നുള്ളതല്ല, എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു അത്രയും നന്നായി വരും അത്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് നോക്കി പോവാ. പിന്നെ ഇമേജസ് ഒക്കെ പിക്സ്ബേ അങ്ങനത്തെ സൈറ്റുകളിൽ നിന്ന് പോയി എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ല ഇതന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ അത് മനസ്സിലായി HTML കണ്ടപ്പോ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. സാധനം ആ HTML ഇപ്പൊ വർക്ക് ചെയ്ത് മുകളിലൊന്നും പണിത് നോക്ക്, വൃത്തിയാക്കി എടുത്തത് ബൂസ്റ്റപ്പ് വെച്ചിട്ട്. അല്ല അതിനി ഞാൻ റെഡിയാക്കും. അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു സാമ്പിളിന് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പൊ അതൊന്ന് പ്രോപ്പർ ആക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പൊ നല്ല രീതിയിൽ ആക്കി എടുക്കാം അശ്വിൻ. ഓക്കെ. അപ്പൊ അശ്വിന് എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ശരി. ഓക്കെ ശരി. ശരി അശ്വിൻ.